ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോണറ്റ്സ് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാന്നുള്ള റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം, അടിപൊളി ടേസ്റ്റും. ഇനി പിന്നെ ഇതിൻ്റെ മേലെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു 3-4 സിമ്പിൾ ഡെക്കറേഷൻസും ഞാൻ കാണിക്കുന്നുണ്ട്. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കുകയും ചെയ്യാം. ആകെപ്പാടെ കുറച്ച് സാധനങ്ങൾ മതി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡോണറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇളം ചൂടുള്ള പാലാണ് വേണ്ടത്. അതൊരു 3/4 കപ്പോളം വേണം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മാത്രം ഒരു പാത്രത്തിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് പാലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിലേക്കായിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അടുത്തതായിട്ട് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഈസ്റ്റ് ഇപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കേണ്ടത്. ഈസ്റ്റ് ചേർക്കുന്നതിൻ്റെ മുന്നായിട്ട് നമ്മുടെ പാലിൻ്റെ ചൂടൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. കാരണം ഓവർ ചൂടാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഫെർമെൻ്റ് ആയിട്ട് കിട്ടില്ല, ഡെഡായിട്ട് പോവും. അതുകൊണ്ട് ഒരു നേരെ ചൂട് മാത്രമേ പാലിന് പാടുള്ളൂ. ഇനി അടുത്തതായിട്ട് ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ 2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. അത് നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് ആക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരെ ചേർക്കാൻ പാടില്ല. കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചിട്ട് ഒന്ന് അലിയാനായിട്ട് തുടങ്ങുമല്ലോ, ആ സമയത്ത് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്കതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഈ പാലിൻ്റെ കൂടെ മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇതിൽ ചേർക്കുന്ന എല്ലാം റൂം ടെമ്പറേച്ചറിലേക്ക് ആക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ. അപ്പോൾ മുട്ടയും ഞാൻ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അതും കൂടെ വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ 1 കപ്പ് 240 ml ആണ്. അപ്പോൾ അതിൻ്റെ അളവിലാണ് ഞാൻ ഈ മെഷർമെൻറ്റ്സ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പും മൈദയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. കൈകൊണ്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പാലിൻ്റെയും മുട്ടൻ്റെയൊക്കെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൽക്കായിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു ആട്ടാനീഡറിലൊക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും, വേഗം തന്നെ കുഴഞ്ഞു കിട്ടുമല്ലോ. അപ്പം അതുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മുടെ മൈദയും പിന്നെ ഈ മുട്ടയും സംഭവങ്ങളൊക്കെ അതിലേക്ക് നേരിട്ട് തന്നെ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അങ്ങനെ കുഴച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ കൈ വെച്ചിട്ടും കുഴച്ചെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പാലുണ്ടല്ലോ, 3/4 കപ്പ് പാല് വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം കുഴച്ചെടുക്കാൻ. അങ്ങനെ മാവ് ഇതേപോലെ വേണം ആവാനായിട്ട്. നമ്മുടെ ചപ്പാത്തിൻ്റെയും പൂരിൻ്റെയൊക്കെ ആ മാവിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വേണം. മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കയ്യിൽ വെച്ചിട്ട് നല്ലൊരു ബോളാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാവ് കുഴച്ചിട്ടുള്ള ആ പാത്രത്തിൽ തന്നെ ഇത് വെച്ച് കൊടുത്തിട്ട് ഫുള്ള് ഓയിൽ തടവെടുക്കണം. ഞാനിപ്പോൾ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഈ ബോളിൻ്റെ മേലെയും താഴെയും അങ്ങനെ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രത്തിലും കുറച്ചൊന്നാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തതിന് ശേഷം മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇതേപോലെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. ഇനിയും നമുക്കിത് കുറച്ചൊന്ന് കുഴച്ചെടുക്കണേ. ഫസ്റ്റ് ടൈം ഞാനതൊരു 10 മിനിറ്റോളം നല്ലോണം വെച്ചിട്ട് കുഴച്ചിട്ടുണ്ടേനി. ഇനിയിപ്പോൾ അത്രയും സമയമൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെറുതെ ഒന്നാക്കി കൊടുത്താൽ മതി. മാവ് കുഴച്ചതിന് ശേഷം ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നീളത്തിലാക്കി കൊടുക്കുക. ഇതിൽ നിന്ന് നമുക്ക് ബോൾസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഡോണറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 7 എണ്ണമാണ് നമുക്ക് ഈ ഒരു റെസിപ്പി വെച്ചിട്ട് കിട്ടുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 8-9 ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചൊരു വലുപ്പത്തിലുള്ള ഡോണറ്റ്സ് ആണ് ഉണ്ടാക്കണേ. അപ്പോൾ കത്തി വെച്ചിട്ട് 7 പീസ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ബോൾസും ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. വല്ലാതെ തിന്നാക്കണ്ട, കുറച്ചൊരു കട്ടിക്ക് തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കുക. റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ കിട്ടും. ഇനിയിപ്പോൾ അത് പറ്റണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടും ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ മൂടിയോ അല്ലെങ്കിൽ ഒരു കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നടുവെന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഡോണറ്റിൻ്റെ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കഴിയുക, അല്ലെങ്കിൽ ഇതുപോലത്തെ മൂടി യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മളിത് കട്ട് ചെയ്യാൻ എടുക്കുന്ന ആ ബോട്ടിൽ ക്യാപ്പിലും കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തടവി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അത് ഈ മാവിൽ ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് മുറിഞ്ഞ് കിട്ടും.
ഇങ്ങനെ നമ്മൾ ഓരോന്നാക്കിയിട്ട് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ്സൊക്കെ നല്ലൊരു പെർഫെക്ഷനിലാണ് നിൽക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാവ് മൊത്തത്തിൽ വലുതാക്കിയിട്ടുണ്ട് പരത്തിയിട്ട് അതിൽ നിന്ന് കട്ടർ വെച്ചിട്ട് ഇതുപോലൊരു വലിയ പീസും പിന്നെ ചെറിയൊരു ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാം. അതാവുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ സൈഡൊന്നും അത്ര ഒരു ഭംഗി കിട്ടൂല, ഒരു ഷേപ്പ് ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയിൽ നിൽക്കും, ഒരു ഉരുണ്ടിട്ട് തന്നെ നിൽക്കുന്നത് കാണാം. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഡോണറ്റ്സിൻ്റെ പോലെ തന്നെ ഉണ്ടാവും. ഇപ്പം ഞാൻ 7 ഡോണറ്റ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റും കൂടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ആ സമയത്ത് ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണേ. മേൽഭാഗം ഡ്രൈ ആയി പോകാതെക്കാൻ വേണ്ടിയിട്ടാണ്. 30 മിനിറ്റ് കഴിഞ്ഞാൽ ഇതേപോലെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാം. ഒരു പാനിൽ ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം മീഡിയം ടു ലോയിലിട്ട് വെക്കണം. എന്നിട്ട് വേണം നമ്മുടെ ഡോണറ്റ്സ് ഇതിൽക്കിടാനായിട്ട്. അപ്പോൾ ആ സമയത്ത് 2 മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് തന്നെ കളർ മാറുന്നുണ്ടാവും. ഇതപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, വേഗം തന്നെ ഇത് കളർ മാറും. അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് 2 3 വെച്ചിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാനായിട്ട് കഴിയൂല. പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കേണ്ടി വരും. ഇത് വേഗം കുക്കായിട്ട് വരും കേട്ടോ, മൈദയല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. അപ്പോൾ ഒരു സൈഡ് ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ അത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ഗോൾഡൻ കളർ ആയാൽ നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഡോണറ്റ്സും പൊരിച്ചെടുക്കാം. ഫസ്റ്റത്തെ ബാച്ച് ഞാൻ പൊരിച്ച സമയത്ത് കുറച്ച് ചൂട് കൂടുതലേനു ഓയിലിന്, അതുകൊണ്ടാണ് അത് വേഗം കളർ മാറിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയത്. ഇത് ഞാൻ കുറച്ച് ചൂട് കുറച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഒരു മീഡിയം ടു ലോയിൽ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കഴിച്ചാൽ മതി. അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് മുഴുവനും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊരിച്ച് വെച്ച സമയത്ത് തന്നെ അത് കാണാനുള്ള ഭംഗിയും പിന്നെ അതിൻ്റെ സ്മെല്ലും എല്ലാം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ചൂടോടെ തന്നെ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ്. പുറം ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളർ മാറിയിട്ടുമുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് ഇനി കേട്ടോ. ചൂടോടെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റ് ഇനി. ബാക്കിയുള്ളതെല്ലാം ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ആയിരുന്നു. അപ്പോൾ ആവശ്യം കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചതേനി. അങ്ങനെ അത് കട്ടിയായിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇത്തിരി പാൽ ഒഴിച്ചു കൊടുത്തേണ്. പാലിന് പകരം നമുക്ക് ക്രീമും എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കുറച്ച് പാൽ മാത്രം ഒഴിച്ചാൽ മതി. ക്രീമാണെന്നുണ്ടെങ്കിൽ ഗനാഷിൻ്റെ ആ ഒരു അളവ് തന്നെ ചെയ്യാം. 1 കപ്പ് ചോക്ലേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽക്കൊരു 1/4 കപ്പ് ക്രീം ചേർത്തിട്ട് ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചേ ഉള്ളതിനു. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു കുഞ്ഞു പീസ് ചോക്ലേറ്റും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് നല്ലോണം മെൽറ്റായിന്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം. അപ്പോൾ ഈ സമയം തന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇത് ചോക്ലേറ്റ് ചിപ്സ് ആയിരുന്നു. ഞാൻ വാങ്ങിച്ചിട്ടുള്ള കോമ്പൗണ്ട് ചോക്ലേറ്റ് തീർന്നു പോയി. അപ്പോൾ പിന്നെ ചോക്ലേറ്റ് ചിപ്സും കുറച്ച് പാലും കൂടെ ചേർത്തിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുകയാണ്. ഇപ്പം നമ്മുടെ 6 ഡോണറ്റ്സും ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അത് പൊരിച്ച് വെച്ച സമയത്ത് തന്നെ നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് കഴിച്ച് അത്രയും ടേസ്റ്റ് ഉണ്ട് ഇനി അത്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മേലെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഒരു ഡോണറ്റ് എടുത്തിട്ട് ആദ്യം ഞാൻ ഡാർക്ക് ചോക്ലേറ്റിൽ മുക്കി കൊടുക്കുകയാണ്. ഇതുപോലെ ചോക്ലേറ്റിൽ മുക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ ഇത്തിരി വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ചോക്ലേറ്റ് ചിപ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. എല്ലാത്തിലും ഞാൻ വേറെ വേറെ ഡെക്കറേഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇതിൽ വൈറ്റ് ചോക്ലേറ്റിന് പകരം വേണമെങ്കിൽ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം, അങ്ങനെ എന്തും ചെയ്യാം. ഇനി നമ്മുടെ അടുത്ത ഡോണറ്റ് വൈറ്റ് ചോക്ലേറ്റിൽ മുക്കിയെടുക്കുക. ഈ ഡോണറ്റും ഡാർക്ക് ചോക്ലേറ്റും ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത്. വൈറ്റ് ചോക്ലേറ്റിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ മിൽക്ക് കോമ്പൗണ്ട് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്താലും രസമുണ്ടാവും. എനിക്ക് വൈറ്റും ടേസ്റ്റ് തോന്നി, പക്ഷേ ഡാർക്ക് അടിപൊളിയേനെ. ഇനി ഇതിൻ്റെ മേലായിട്ട് ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു സ്പ്രിങ്കിൾസാണ്. അത് പച്ച കളറേനു. അപ്പോൾ അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മുടെ അടുത്ത ഡോണറ്റ് കുറച്ചൊന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വൈറ്റ് ചോക്ലേറ്റിൽ നിന്ന് വേറൊരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കായിട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ബ്ലൂ ഫുഡ് കളറാണ്, ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള കളറാണിത്. അതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് ഈ ചോക്ലേറ്റിലേക്കായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മുടെ ഡോണറ്റിൻ്റെ മേലേക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ സ്പൂൺ വെച്ചിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, നല്ല ഈസിയാണ്. സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്താൽ മതി. അതാ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയും ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു സ്റ്റാർ ഷേപ്പിലുള്ളതാണ് കേട്ടോ. അതിൽ വൈറ്റും പിന്നെ ഈ ലൈറ്റ് ബ്ലൂവും പിങ്കും ഉണ്ട്. അപ്പോൾ നല്ലൊരു മാച്ച് തോന്നി, അങ്ങനെ അത് ഇതിലേക്കായിട്ട് വെച്ച് കൊടുത്തേണ്. ഇനി ഞാൻ വേറൊരെണ്ണത്തിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതൊരു വൈറ്റ് ചോക്ലേറ്റും പിന്നെ ഡാർക്ക് ചോക്ലേറ്റും വെച്ചിട്ടുള്ളൊരു ഡോണറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ബാക്കി വന്ന ഡാർക്ക് ചോക്ലേറ്റ് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ട് ഇതുപോലെ ഡോണറ്റിൻ്റെ മേലെ ഡിസൈൻ വരച്ച് കൊടുക്കുകയാണ്. ഇത്തിരിയും കൂടെ വൈറ്റ് ചോക്ലേറ്റ് ബാക്കിയുണ്ടേനു, അപ്പോൾ ഞാൻ അതിലേക്കായിട്ട് ഒരു ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ജെൽ കളേഴ്സാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. ഇതേപോലെ നമുക്ക് ഏത് കളറിലും ചെയ്തെടുക്കാം. ഈ വൈറ്റ് കോമ്പൗണ്ടിലേക്ക് കുറച്ച് ജെൽ ഫുഡ് കളർ ചേർത്തെടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലാക്കി കൊടുക്കാം. പിന്നെ ഒരു ഡോണറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്കായിട്ട് ഞാൻ ഈ റെഡ് കളറിലുള്ളത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഒരു ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്സാഗ് ലൈൻസ് ആയിട്ട് വരച്ചു കൊടുത്തേണ്. ഇപ്പോൾ നമ്മുടെ 5 ഡോണറ്റ്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ ഒരെണ്ണത്തിൽ ഞാൻ ഈ ബാക്കി വന്നിട്ടുള്ള എല്ലാ ഗനാഷും കൂടെ മിക്സ് ആക്കിയിട്ട് ചെയ്യാനുണ്ടായത്. ഡാർക്ക് ചോക്ലേറ്റും പിന്നെ നമ്മൾ കളർ മിക്സ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റും എല്ലാം കൂടെ അതിൻ്റെ മേലേക്കായിട്ട് ആക്കി കൊടുത്ത് ഈ ചോക്ലേറ്റൊക്കെ ഇങ്ങനെ മെൽറ്റായിട്ട് നിൽക്കുന്ന സമയം തന്നെ ഇത് കഴിക്കണേ, അടിപൊളിയാണ്. കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഡോണറ്റാണ്. ഒന്നും പറയാനില്ല, അത്രയും ടേസ്റ്റ് ഉണ്ട്. നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പെട്ടെന്ന് തന്നെ കാലിയാവുകയും ചെയ്തേ. ഇത് എല്ലാം വേഗം തന്നെ തീർന്നിട്ടുണ്ടേന്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുപോലെ നമുക്ക് ചോക്ലേറ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടും നമുക്ക് ഈ ഡോണറ്റ്സ് കഴിക്കാനായിട്ട് പറ്റും. ഞാനിതാ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഡോണറ്റ് ഒന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോണറ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടേനി. അത് നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഷൂസാണ് കേട്ടോ. ഞാൻ അത്ര ഒരു പ്രതീക്ഷ ഇല്ലാതെ വാങ്ങിച്ചതേനി, പക്ഷേ സംഭവം അടിപൊളിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉൾഭാഗത്തൊക്കെ ആ കാല് വെക്കുന്ന ഭാഗത്തും പിന്നെ സൈഡിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്കിപ്പം പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാലിനങ്ങനെ ഭയങ്കര ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് 2 ടീഷർട്ട്സ് ആണ്. ഇതും പിന്നെ വേറൊരെണ്ണം ഒരുമിച്ച് വന്നിട്ടുള്ളതാണ് കോംബോ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ കളർ വന്നിട്ട് വൈറ്റും ഗ്രേയും പിന്നെ ബ്ലൂവും, ഈ 3 കളറിലുള്ളൊരു ടീഷർട്ടാണിത്. എസ് ആണ് കേട്ടോ സൈസ്. സ്മോൾ സൈസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്ലീവുള്ള ടീഷർട്ട് ഞാൻ മെയിനായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അതായത് ഇപ്പോൾ നമ്മൾ കുക്കിംഗ് വീഡിയോസ് എല്ലാം എടുക്കുമ്പം സ്ലീവായിട്ട് ഫുൾ സ്ലീവ് ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അങ്ങനെ ഞാൻ ഈ 2 എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ വരുന്നത് ഒരു പച്ച കളറിലുള്ളതാണ് കേട്ടോ. പച്ച എന്ന് പറയുമ്പം ടർക്കോയിസ് കളറാണ്. അതിൻ്റെ ലൈറ്റ് ഷെയ്ഡും ഉണ്ട്, പിന്നെ കുറച്ചൊന്ന് ഡാർക്കായിട്ട് പിന്നെ ബ്ലൂ മിക്സ് ആയിട്ട് വരുന്ന ഒരു ടർക്കോയിസ് ഷെയ്ഡ്. അങ്ങനെ ഈ 3 ഷെയ്ഡ്സിലുള്ളതാണ് ഈ ഒരു ടീഷർട്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി അടുത്തത് ഒരു ബ്ലാക്ക് ക്രോപ്പ് ടോപ്പാണ്. ഇത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യൽ നമ്മളിപ്പം സ്ലീവ് ഇല്ലാത്ത ഡ്രസ്സ് ഇടുമല്ലോ, സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന സമയത്ത് അതിന് സ്ലീവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രോപ്പ് ടോപ്പ് ഞാൻ ഇടലുള്ളത്. ഇതിന് മുന്നേ എൻ്റെ അടുത്ത് പല ഷെയ്ഡിലുള്ളതുണ്ടേനി. എനിക്ക് കുറച്ച് വീഡിയോസിൻ്റെ താഴെയൊക്കെ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എവിടുന്നാണ് ഇതുപോലത്തെ വാങ്ങിക്കാൻ കിട്ടുകയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഒരുപാട് കളേഴ്സിലുള്ളതുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഞാൻ സൈസ് എടുത്തിട്ടുള്ളത് എല്ലാണ്. എനിക്ക് നല്ല പാകേനു. ഓരോ ബ്രാൻഡിനും ഓരോ സൈസാണ് ഉണ്ടാവുക. അത് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ.
ഇനി അടുത്തത് സ്ലീവാണ്. ഇത് നമ്മൾ ഡ്രസ്സിൻ്റെ ഉള്ളിലൊക്കെ ഇടാനായിട്ടുള്ള സ്ലീവാണ്. അപ്പോൾ ഇത് 3 എണ്ണമായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. ബ്ലാക്കും ഈ സ്കിൻ കളറും പിന്നെ ബ്ലൂവും, അങ്ങനെ 3 കളേഴ്സിലാണ് ഇതുണ്ടായത്. നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്